ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോണത്. ഞാനും ഫിദായും കൂടെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ട്ടോ ഇന്നത്തെ കണ്ടന്റ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റുഡിയോയിലേക്കാണ് പോണത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കൂടെ വിച്ചുവും വന്നിട്ടുണ്ട് കേട്ടോ. വിച്ചു അവിടെ നിന്ന് വരും. ഞങ്ങളിപ്പോൾ തൊടുപുഴയ്ക്ക് പോകുന്നേ ഉള്ളൂ. ഇയാടെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ ഇളന്തേശം വരെ പോയത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ ഇളന്തേശം. അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടോ. ആ ഓട്ടോ എവിടെ ഓട്ടം പോയിട്ട് റിട്ടേൺ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെ കയറ്റിക്കൊണ്ട് വന്ന ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ ഇളന്തേശത്ത് നിന്ന് ഇറങ്ങി നേരെ ബസ് കയറിയിട്ടോ. ഇനി ഞങ്ങൾ തൊടുപുഴ ചെല്ലണം. തൊടുപുഴയിൽ നിന്ന് എനിക്കെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലെന്നയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്സായിരുന്നു കേട്ടോ. അപ്പോൾ മിസ്സിന് ഞാൻ വീട്ടിൽ ചാമ്പങ്ങയുടെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ചാമ്പങ്ങ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും അത്രയും കൊതി പറഞ്ഞതുകൊണ്ടും ഞാൻ അവൾക്കത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചാമ്പങ്ങയൊക്കെ പറിച്ച് അത് ഞാൻ അവളുടെ അത്തച്ചിയുടെ കടയിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴാണ് വിച്ചു സ്റ്റുഡിയോയുടെ അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വിച്ചു എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ പിന്നെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടോ. സ്റ്റുഡിയോയിൽ ഇപ്പോൾ കുറേ ഓഫറൊക്കെ ഉണ്ട്. മാത്രമല്ല ഫിദാക്ക് ചെരുപ്പ് വാങ്ങണം, അതാണ് ആദ്യത്തെ ആവശ്യം. അങ്ങനെ ഫിദാനെ കുറേ നാൾ കൂടി കണ്ടപ്പോൾ ഉള്ള വിച്ചുവിൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെന്നു. ആദ്യം തന്നെ ആണുങ്ങളുടെ അടുത്താണ് ഞങ്ങൾ ചെന്നത്. അത് എപ്പോഴും ഉള്ളതാണ്. ശരിക്കും സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ലേഡീസിന്റെ കളക്ഷനൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ എപ്പോഴും ജെൻസിന്റെ കളക്ഷനിലായിട്ടോ ചെന്ന് കയറാറ്, എന്താണെന്നറിയൂല. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നമ്മൾ ചെന്നിട്ട് നാണം കിടണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെരുപ്പ് നോക്കാൻ വന്നു കേട്ടോ. ചെരുപ്പ് നോക്കിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചു പോയ സാധനം അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഇപ്പം ഇട്ട ആ ഒരു ചെരുപ്പില്ലേ, അത് അവൾക്ക് ഇഷ്ടമായി. അതാണ് അവൾ എടുത്തത് കേട്ടോ. പിന്നെ സ്ഥിരം പരിപാടി സ്റ്റുഡിയോയിൽ ചെന്ന എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണല്ലോ, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് പുട്ടിയൊക്കെ ഇട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വെള്ളമല്ല, ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം കുടിക്കാനാണ് പോയത്. അവിടുന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് നേരെ സ്റ്റാൻഡിലേക്കാണ് വന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത്, അതായത് നമ്മുടെ മഹാറാണിയിലേക്ക് പോണ ആ വഴിക്ക് ഒരു പുതിയൊരു ബേക്കറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളായി. ഞങ്ങളിവിടെ എപ്പോഴും വന്നെയാണ് കേട്ടോ. ഞാൻ വെച്ച് എപ്പോഴും വരാറുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ. ആ സാധനം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ കുട്ടി ഷേക്ക് ഉണ്ട്. 20 രൂപയ്ക്ക് ഷേക്ക് കിട്ടും. വളരെ കുഞ്ഞൊരു ഷേക്കാണ് കേട്ടോ. ചെറുതാണെങ്കിലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കട്ട്ലൈറ്റ് പറഞ്ഞു, പിന്നെ ഉഴുന്നുവട പറഞ്ഞു. അങ്ങനെ പലതും പലതും പറഞ്ഞു കേട്ടോ. കാരണം വിച്ചുവിന് മീറ്റും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല. അവൾക്ക് നൊയമ്പായിരുന്നു കേട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ ഇതാണ് നോക്കിയിരുന്ന ഷേക്ക്. ഇതിൻ്റെ പേരെന്താണെന്ന് നമ്മൾ ഞെട്ടും. ചെറിയ ക്ലാസ് ഇരിക്കണോണ്ട് തന്നെ നമ്മൾ കുട്ടി ഷേക്ക് എന്നാണ് അറിയിക്കുന്നത്. കുട്ടി ഷേക്ക്. ഇപ്പം നമ്മൾ വിചാരിക്കും കുട്ടി ഷേക്കോ, ഇതാണ് കുടിക്കേണ്ട സാധനം. കുറച്ച് വെയിറ്റ് നിന്നിട്ട് ഇതങ്ങ് തണുപ്പത്തോടെ തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ എൻ്റെ പൊന്നു സാറേ. യെസ്, ചിന്നുവിന് എത്രയാ? 20 രൂപ. വെറും 20 രൂപ ഉള്ളൂ. നമുക്ക് 40 രൂപയ്ക്ക് 2 ഷേക്ക്. നമുക്ക് നിരക്കുവായ സമയമല്ല, പൈസക്ക് എന്തോരം വെള്ളം ഇല്ല. പിന്നെ നമുക്ക് പറ്റിയ ആംബിയൻസ്, നമുക്കുള്ള പാട്ട്, ഇപ്പം വൈബ് സീനാണ്. അപ്പൊ വിച്ച് ഷെയ്ക്കിനെ കുറിച്ച് വർണ്ണിച്ചതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. കുറച്ചൊക്കെ തള്ളാണേലും കുറച്ചൊക്കെ ശരിയാണ് കേട്ടോ. അങ്ങനെ ഫിദാക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ പറഞ്ഞു കേട്ടോ. അതും കുടിച്ച് തൊട്ടടുത്തുള്ള ഒരു ഫാൻസി കടയിലേക്കാണ് പോയത്. ഫിദാക്ക് കമ്മലും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് അതും മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിച്ചുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ. സ്റ്റാൻഡിൽ വന്നപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. രാത്രി നല്ല തണുപ്പും ബസ്സിലെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല വൈബായിരുന്നു കേട്ടോ. ഈ വഴിക്ക് ഇപ്പോൾ കുറേ നാൾ കൂടിയാണല്ലോ ഇങ്ങനെ സന്ധ്യയ്ക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനാണെങ്കിൽ സൈഡ് സീറ്റിലും ആയിരുന്നോട്ട് ഇരുന്നത്. അങ്ങനെ വൈബൊക്കെ ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും അവിടെ പള്ളിയിൽ നിറച്ച് സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലെത്തിയിട്ടോ. അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 വട്ടം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് കേട്ടോ പോയത്. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.